ഇനി എന്തറിയാനാണുള്ളത്, ഇനി എന്ത് പാഠമാണ് പഠിക്കാനുള്ളത്, എല്ലാം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 100-150 വയസ്സായെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിന്റെ ശൈശവദശ മുതൽ ബാല്യകൗമാര യൗവനങ്ങൾ പിന്നിട്ട് മധ്യവയസ്സും കഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന ഓരോ മനുഷ്യനും ജീവിതത്തിന്റെ അത്ഭുതകരങ്ങളായ യാഥാർത്ഥ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞവരാണ്. പ്രാവില കൂട്ടി കഞ്ഞി കുടിച്ചതും പാടവരമ്പത്തുകൂടി നടന്നതും പാതിരാ കഴിഞ്ഞ് കഥകളി കാണാൻ പോയതും നേരം പുലർന്ന് കഥകളിയും നാടകവുമെല്ലാം കണ്ടിട്ട് വന്ന് കുളിച്ച് വീണ്ടും ജോലിക്ക് പോയതും എല്ലാം എത്രയോ അനുഭവങ്ങൾ. ഒരു വിദ്യാലയത്തിലെ അധ്യാപകന്റെ അന്നത്തെ ഏറ്റവും വലിയ വാഹനം സൈക്കിളാണ്. ഒരു വിദ്യാലയത്തിലെ അന്നത്തെ ഏറ്റവും വലിയ അധ്യാപകൻ ചെരുപ്പിടുന്ന സാറാണ്. വാച്ച് കെട്ടുന്ന ഹെഡ്മാസ്റ്റർ ഒരു അത്ഭുതമായിരുന്നു. ഇങ്ങനെയെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ആർഭാടമെന്ന വാക്കിനെ ജീവിതചര്യയോട് ചേർത്തു വെക്കാതെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കരുതിയും അവർക്ക് കാവലായും ത്യജിച്ചും ജീവിച്ചു വന്ന ഒരു സമൂഹമാണ് 55-56 വയസ്സ് കഴിഞ്ഞവർ എന്ന് പറയുന്നത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. വൃദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം നിഘണ്ടു പലതുമ്പോൾ കിട്ടുന്നത് വൃദ്ധിയിലെത്തിയവനെന്നാണ്, തലമുടി നരച്ചവനെന്നല്ല. വൃദ്ധിയിലെത്തിയവനാണ് വൃദ്ധൻ. ജീവിതത്തിന്റെ എല്ലാം കണ്ടു കഴിഞ്ഞു. ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗ്രോത്ത്, അതിന്റെ ആ ചക്രവാളം കണ്ടു കഴിഞ്ഞ ഒരാളാണ് വൃദ്ധനും വൃദ്ധയും. നമ്മളിപ്പോൾ 80 വയസ്സായവരെ പോലും ശരീരത്തിന്റെയോ ആരോഗ്യത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഈ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന യൗവനത്തിന്റെ തീയിൽ വളരെ ഊർജ്ജസ്വരായി ഈ പ്രായഘട്ടത്തിലെത്തിയവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന വർത്തമാന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തുടരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അനുഭവമാകുന്ന ആ ഗുരു, എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ, ആ ഏറ്റവും വലിയ യോഗ്യത നേടിയവർ ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ഭൂതകാലത്തിലേക്ക് പോകരുത്. ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ഭാവി കാലത്തെ ഓർക്കരുത്. ഇനി 60 കഴിഞ്ഞ ഒരാളുടെ ജീവിതം പ്രസന്റ് ടെൻസിലെ ഈ പ്രസന്റ് നിമിഷത്തിൽ മാത്രമായിരിക്കണം.